മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ചേരുകയാണ് 24-നൊപ്പം. ഇന്ന് വളരെ ശക്തമായ പ്രതിഷേധമാണ്. സഭയ്ക്ക് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിച്ചിരിക്കുന്നു. എന്താണ് ആവശ്യം? തീർച്ചയായിട്ടും ഇന്ന് സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളിപ്പോൾ വിജയ ചൌക്കിൽ ഈ 100-200ഓളം ഇന്ത്യ ബ്ലോക്ക് എം പിമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടുന്ന് ജാഥയായിട്ടായിരിക്കും പാർലമെന്റിലേക്ക് പോകുന്നത്. പാർലമെന്റിന്റെ ബഹർദ്വാർ ഗേറ്റിൽ പ്രകടനം നടത്താനോ അവിടെ പ്രതിഷേധം നടത്താനോ പാടില്ലെന്നാണ് ലോക്സഭാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അത് തടയുമെന്നാണ് പറഞ്ഞത്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഇവിടുന്ന് ജാഥയായിട്ട് പാർലമെന്റിലേക്ക് പോകും. എവിടെ ഞങ്ങൾ തടയുന്നു അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. കൂടാതെ സഭയ്ക്കകത്തും ഇന്നും പ്രതിഷേധം തുടരും. ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാർലമെന്റിൽ നിന്ന് അവസാനിച്ചാലും പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഇന്ത്യ ഒട്ടാകെ രാജ്യമൊട്ടാകെ ഈ അംബേദ്കറെ അപമാനിച്ച വിഷയത്തിൽ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടക്കുകയാണ്. പ്രധാനമന്ത്രി അമിത്ഷായെ ന്യായീകരിക്കുകയാണ്. പ്രധാനമന്ത്രി അമിത്ഷാ അംബേദ്കർക്കെതിരെ നടത്തിയ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ BJP ന്യായീകരിക്കുന്നു. അംബേദ്കർ ഇന്ത്യ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. അദ്ദേഹം ലോകം ആരാധിക്കുന്ന നേതാവാണ്. ഭരണഘടനാ വിദഗ്ധനായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. അങ്ങനെ ഒരു നേതാവിനെ, അങ്ങനെ ഒരു രാജ്യം വളരെയധികം ആദരിക്കപ്പെടുന്ന നേതാവിനെ ഈ രീതിയിൽ അപകീർത്തിപരമായി രാജ്യസഭയിൽ വിശേഷിപ്പിച്ച അമിത്ഷാ മന്ത്രിയായി തുടരാൻ ധാർമ്മികമായി അവകാശമില്ല. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത് അംഗീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല, BJP തയ്യാറായിട്ടില്ല. അതുകൊണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരും. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒരു ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ഇന്ന് BJP അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എങ്ങനെ നേരിടും ഇത്? ഇങ്ങനെ കേസെടുത്തൊന്നും രാഹുൽ ഗാന്ധിയെ പേടിപ്പിക്കാൻ കഴിയില്ല, പ്രതിപക്ഷത്തെ പേടിപ്പിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് BJP എം പിമാർക്കെതിരാണ്. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പ്രതിഷേധം ഇന്ത്യ ബ്ലോക്ക് എം പിമാരുടെ പ്രതിഷേധം കഴിഞ്ഞ് ലോക്സഭയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് മഹർദ്വാർ ഗേറ്റിൽ 100-200ഓളം BJP എം പിമാർ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മഹർദ്വാർ ഗേറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ച സ്പീക്കറുടെ ഒരു റൂളിംഗ് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും മഹർദ്വാർ ഗേറ്റിൽ പ്രകടനം നടത്താൻ പാടില്ല, അവിടെ കുത്തിയിരിക്കാൻ പാടില്ല, ധർണ നടത്താൻ പാടില്ല. അവിടുത്തെ വഴി ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും കയറുന്ന മഹർദ്വാർ വഴി അത് തടസ്സപ്പെടുത്താൻ പാടില്ല. സ്പീക്കറുടെ റൂളിങ്ങിനെ അവഗണിച്ചുകൊണ്ട് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് BJPയുടെ 200ഓളം എം പിമാർ ഇന്നലെ മഹർദ്വാർ ഗേറ്റിൽ മുദ്രാവാക്യം വിളിച്ച് ഗേറ്റ് പാർലമെന്റിലേക്ക് കയറാനുള്ള തടസ്സപ്പെടുത്തിയത്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ലോക്സഭയിലേക്ക് കടക്കാൻ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ പാർലമെന്റ് സെക്യൂരിറ്റി വിഭാഗം അദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുക്കേണ്ടതാണ്. അവരത് ചെയ്തില്ല. പകരം നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിലുള്ള BJP എം പിമാർ അവിടെ കൂടി നിന്നിട്ട് രാഹുൽ ഗാന്ധി അകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ അവിടെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ അവിടെ രാഹുൽ ഗാന്ധിയോട് വളരെ മോശമായി സംസാരിച്ചു, മുഷ്ടി ചുരുട്ടി സംസാരിച്ചു, വിരൽ ചൂണ്ടി സംസാരിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി ആത്മസംയമനം പാലിച്ച് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അതിന് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുക്കുക. നിഷികാന്ത് ദുബെ അടക്കമുള്ള BJP എം പിമാർ പ്രതിപക്ഷ നേതാവിനെ ലോക്സഭയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ മിനിറ്റുകളോളം അവിടെ പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞു നിർത്തിയ BJP എം പിമാർക്കെതിരെ കേസെടുക്കാൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റോ തയ്യാറായില്ല, സ്പീക്കറോ തയ്യാറായിട്ടില്ല. ഇത് രാഹുൽ ഗാന്ധിയെ പേടിപ്പിക്കുവാനുള്ളതാണ്. പക്ഷേ ഞങ്ങളൊന്ന് തന്നെ പറയാം, അംബേദ്കറുടെ കാര്യത്തിൽ, അംബേദ്കറെ അപമാനിച്ച കാര്യത്തിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ഇന്ത്യ സഖ്യത്തെ ഒരുമിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പോരാട്ടം തീർച്ചയായും രാഹുൽ ഗാന്ധിയെ എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ധീരമായ നേതൃത്വം, അംബേദ്കറുടെ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അതിശക്തമായ നിലപാട് തീർച്ചയായും ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് അംബേദ്കറുടെ അപമാനിച്ചതിൽ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥ ഹീറോ ആയി മാറുന്നത്. ഇത് BJPക്ക് തീർച്ചയായും തലവേദന തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. ഇന്ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുകയാണ്. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട JPC രൂപീകരിച്ചായുള്ള പ്രമേയം പോലും ഇതുവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഭയിൽ ഇന്ത്യ സഖ്യം സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന്? അല്ല, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പ്രമേയം കൊണ്ടുവരേണ്ടത്. വൺ നേഷൻ വൺ ഇലക്ഷൻ ഞങ്ങൾ എതിർക്കുന്ന ഒരു വിഷയമാണ്. അതിൽ സർക്കാർ ആണ് പിടിവാശി പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അവര് പ്രമേയം വരികയായിരിക്കും, അത് അവരുടെ കാര്യം. ആ പ്രമേയം വന്നാൽ ഞങ്ങളപ്പോൾ നോക്കും. പ്രതിഷേധം തുടരും, ഉറപ്പായിട്ട് തുടരും.
ഇന്ന് പാർലമെന്റിനകത്തും പ്രതിഷേധം തുടരുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ശക്തമാക്കും എന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കിയത്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.